ഞാനൊന്നാണ്, നിങ്ങൾ വേറെയാണ്. മെഹബൂബോ മുഹിബ്ബമേ നഹി മേരാ തേരാ. പരസ്പരം ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ നിങ്ങളും ഞാനുമെന്നില്ല, രണ്ടും ഒന്നു തന്നെയാണ്. അതുപോലെ എന്റെ ആത്മാവിനെ ഞാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിലേക്ക് ലയിപ്പിക്കുകയാണ്. ഈ ഒരു വിശ്വാസമാണ്, സ്നേഹമാണ് വേണ്ടത്. കലാലയത്തിന്റെ മുറ്റത്ത് പോയിട്ട് വഴികേടായി പോകുന്ന മുസ്ലിം പെൺകുട്ടികൾ അധികരിക്കുന്ന കാലമാണ്. മലപ്പുറം ജില്ലയിലെ കലാലയത്തിന്റെ മുറ്റത്ത് മയക്കുമരുന്നിന് കറക്ക് കമ്പനി ഉണ്ടാക്കുന്ന പെൺകുട്ടികളുണ്ടെന്ന് മനോരമ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് കഴിഞ്ഞ റമദാനിൽ. നമ്മുടെ മുസ്ലിം പെൺകുട്ടിമാര് പലയിടത്തും വഴിവിട്ട സഞ്ചാരത്തിൽ സഞ്ചരിച്ചു കൊണ്ടിരിക്കുമ്പോ എന്റെ ഈമാനുള്ള പെങ്ങളെ, നിനക്കും എനിക്കും മനസ്സിലിരുത്താനൊരു നേതാവുണ്ട് മോളെ. അതാരാണ്? മദീനയിലെ നേതാവ് റഹ്മത്തുൽ ലിൽ ആലമീൻ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഒന്ന് ഓർക്കുമോളെ. അസ്മാ ബിൻത് അബീ ബക്കറിനെ അറിയുമോ? റളിയല്ലാഹു അൻഹാ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മദീനയിലേക്കുള്ള പലായനത്തിന്റെ പാതയിലാണ്. പാതിരാത്രിയുടെ പഴുതിൽ അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് ഹിറാ ഗഹ്വന്തരത്തിലിരിക്കുകയാണ്. അവിടുന്ന് ഹബീബിന് ഭക്ഷണം കൊണ്ട് കൊടുക്കേണ്ട ഡ്യൂട്ടി ആർക്കാണ്? സിദ്ദീഖുൽ അക്ബർ തങ്ങളുടെ പൊന്നുമോൾക്കാണ്. ആ പൊന്നുമോളാണ് അസ്മാ ബിൻത് അബീ ബക്കർ റളിയല്ലാഹു അൻഹാ. അസ്മാ നാളെ റസൂലുള്ളാഹിന്റെ ചാരത്ത് വന്ന് സ്വർഗത്തിൽ നിൽക്കുമ്പോ എന്റെ ശബ്ദം കേൾക്കുന്ന ഫാത്തിമ, എന്റെ ശബ്ദം കേൾക്കുന്ന സൽമ, എന്റെ ശബ്ദം കേൾക്കുന്ന ലൈല, എന്റെ ശബ്ദം കേൾക്കുന്ന മുസ്ലിം സഹോദരിമാരെ, നിങ്ങൾക്കും ആഗ്രഹമില്ലയോ റസൂലുള്ളാഹിന്റെ അടുക്കൽ ഒന്ന് വന്ന് നിൽക്കാൻ? ചിലപ്പോ ഞാൻ പറഞ്ഞ പേരൊക്കെ പഴയ പേരായി പോവും. ഖബർസ്ഥാനിൽ കിടക്കുന്ന ആളുകളെ ചിലപ്പോ ആ പേരിന് വിളി കേൾക്കാനുണ്ടാവും. എന്നാ മോഡേൺ നെയിംസ് ആണെങ്കിൽ അങ്ങനെ. ഏതായാലും ശരി, ആധുനിക മുസ്ലിം സമുദായത്തിലെ മുസ്ലിം പെങ്ങളെ, നിനക്ക് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കലേക്ക് വരാൻ ആഗ്രഹമില്ലേ? അസ്മാ ബിൻത് യസീദ്, അസ്മാ ബിൻത് അബീ ബക്കർ റളിയല്ലാഹു അൻഹയുടെ ചാരത്ത് നിൽക്കാൻ. ആ ഒരു സ്നേഹലോകത്തെയാണ് നീ ഏറ്റെടുക്കേണ്ടത്. അല്ലാതെ നിന്റെ കലാലയത്തിൽ നിന്ന് തെറ്റിലേക്ക് വിളിക്കുന്ന പെണ്ണിന്റെ കൂടെയല്ല. എവിടെയോ ഒരു മുസ്ലിം പെൺകുട്ടിയെ കുറിച്ച് കലാലയത്തിൽ നിന്ന് കേട്ടു. കല്യാണം കഴിച്ചു വിട്ട ഭർത്താവിന് കൊടുക്കേണ്ടതും അതല്ല, നമ്മളിപ്പോ ആരെങ്കിലും കൂടെ പോയി കഴിഞ്ഞാൽ അവർക്ക് കൊടുക്കേണ്ടതും ഒന്ന് തന്നെയല്ലേ? ഭർത്താവിന് നിയമപ്രകാരം വിവാഹത്തിലൂടെ കൊടുത്താൽ അവന്റെ അടിമയായി മാറും. എന്ന് ഓരോരുത്തന്മാർക്ക് കൊടുത്തു കഴിഞ്ഞാൽ നല്ല സാമ്പത്തിക ലാഭവും അതുപോലെ തന്നെ മേന്മയും വ്യത്യസ്തതകളും ഉണ്ടാകും. ഒരു മുസ്ലിം പെൺകുട്ടിയുടെ കമന്റ് ഒരു കോളേജ് പ്രിൻസിപ്പൽ പറഞ്ഞതാണ്. നിങ്ങൾ മനസ്സിലാക്കണം, ഈ രൂപത്തിലേക്ക് നമ്മുടെ സമുദായത്തിന്റെ മക്കൾ മാറിക്കൊണ്ടിരിക്കുന്നതിനുള്ള കാരണം അടിസ്ഥാനപരമായി മതത്തിന്റെ മധുരം അവർക്കറിയില്ല. അവർക്ക് ഭൗതിക ജീവിതത്തിന്റെ മധുരമേ അറിയൂ. അതിൽ നിന്ന് മാറിയിട്ട് ആത്മീയതയുടെ മധുരം പറഞ്ഞു കൊടുക്കാൻ കഴിയണം. നമ്മുടെ വീട്ടിൽ അതിനുള്ള സാഹചര്യം ഉണ്ടാകണം. എന്റെ മകൾ അള്ളാഹുവിനെ അനുസരിക്കുന്നവളാകാനുള്ള അറ്റ്മോസ്ഫിയർ എന്റെ വീട്ടിലുണ്ടാകണം. വാപ്പാമാര് ആലോചിക്കണം. ഗൾഫിൽ പോയി കഷ്ടപ്പെട്ട് കൊട്ടാരം ഉണ്ടാക്കി അതിനുള്ളിൽ നല്ല ഒരു ടെലിവിഷനും വാങ്ങി വെച്ചു. അതിന്റെ ഉള്ളിൽ മോക്ക് നരകത്തിലേക്ക് പോകാനുള്ള എല്ലാ ലൈനുകളും വലിച്ചിട്ടുണ്ട്. അവൾക്ക് സ്വർഗത്തിലേക്ക് പോകാനുള്ള ഒരു ലൈനും അതിലേക്കില്ല. അങ്ങനെ ഒരു കൊട്ടാരം ഉണ്ടാക്കിയിട്ടിട്ട് വാപ്പ വീണ്ടും ഗൾഫിലാ, മരുഭൂമിയിൽ അധ്വാനിക്കാൻ. വാപ്പാടെ വിചാരം എന്റെ സോള് മുസാഫിന്റെ നടുക്കത്തെ പേജാണ്, അല്ലെങ്കിൽ എന്റെ മോള് സ്വർഗത്തിന്റെ നടുത്തളത്തിലെത്തുന്ന പൊന്നുമോള എന്ന് വിചാരിച്ച് വാപ്പ വീണ്ടും ഗൾഫിൽ അധ്വാനിക്കുക. അപ്പൊ ആലോചിക്കണം, എന്റെ വീട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന പിന്നാമ്പുറത്തുകൂടെയും മുമ്പിലൂടെയും അല്ലാതെയൊക്കെ എന്റെ വീട്ടിലേക്ക് പോയ ലൈനുകൾ മുഴുവനും എങ്ങോട്ട് കൊണ്ടുപോകാനുള്ള ലൈനാ? എന്റെ മോളെ നരകത്തിലേക്ക് കൊണ്ടുപോകാനുള്ള എല്ലാ ലൈനിനും മുടങ്ങാതെ ഫീസ് അടച്ചുകൊണ്ട് ആ വാപ്പ അവിടെ നിന്ന് സ്വർഗ സ്വപ്നം കാണുന്നത്. കൈസേ മിൽ ജായേഗ? എങ്ങനെ കിട്ടും പിതാവേ നിങ്ങളുടെ മകൾക്ക് സ്വർഗം? അതുകൊണ്ട് നിങ്ങളുടെ വീടിന്റെ പിന്നാമ്പുറത്തുകൂടി അകത്തേക്ക് കിടക്കുന്ന പിശാചിന്റെ കേബിളുകൾ മുഴുവനും മാറ്റിവെച്ചിട്ട് അവരുടെ ആത്മാവിൽ നിന്ന് മദീനയിലേക്ക് ഒരു കേബിൾ വലിക്കണം. ആ കേബിളാണ് സന്ധ്യാസമയത്തിരുന്നു കൊണ്ടുള്ള പ്രാർത്ഥന. മഗ്രിബിന്റെ മുസല്ലയിൽ ഇരുന്നു കൊണ്ട് എന്റെ മോള് സൂറത്തുൽ മുൽക്ക് പാരായണം ചെയ്യണം. എന്റെ മോള് സൂറത്തുൽ വാഖിഅ പാരായണം ചെയ്യണം.
എന്റെ മോള് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മേൽ സ്വലാത്ത് ചൊല്ലണം, അല്ലാഹുവിന്റെ റസൂലിന്റെ മദ്ഹ് ചൊല്ലണം. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ലയിക്കുന്ന ആത്മീയമായ ഒരു കേബിള് നിങ്ങളുടെ മകൾക്ക് നിങ്ങൾ കൊടുത്തിട്ടുണ്ടോ? നിങ്ങളുടെ ഭാര്യയ്ക്ക് നിങ്ങൾ കൊടുത്തിട്ടുണ്ടോ? നിങ്ങളുടെ മക്കൾക്ക് നിങ്ങൾ കൊടുത്തിട്ടുണ്ടോ? ഇല്ല. ആദ്യ നിഅമത്ത് വന്നപ്പോ ഞാൻ വാങ്ങിക്കൊടുത്തത് ടെലിവിഷനാണ്. അതുകൊണ്ട് എന്നും എന്റെ മകൻ ഒരു ജഹന്നമി കൾച്ചറുമായി ബന്ധപ്പെട്ട് ജീവിച്ചു കൊണ്ടിരിക്കുകയാണ്. നരക സംസ്കാരം. അതിനുള്ള എല്ലാ വഴികളും ഉണ്ടാക്കി വെച്ചിട്ടാണ് നീ ദ്വാരക്കാൻ വരണത്. അതിനുള്ള എല്ലാ വഴികളും തുറന്നു വെച്ചു കൊടുത്തിട്ടാണ് നീ പോകുന്നത്. അതുകൊണ്ട് നിന്റെ വീട്ടിൽ, എന്റെയും വീട്ടിൽ ദീനിയായ സാഹചര്യം വേണം. നമ്മുടെ വീടുകളിൽ നിന്ന് നല്ല നല്ല സന്താനങ്ങൾ ലോകത്തിന്റെ ദീനീ സേവകന്മാരായി മാറണമെങ്കിൽ നമ്മുടെ വീട്ടിലെ സാഹചര്യങ്ങൾ ഈമാനികമാകണം, ഇസ്ലാമികമാകണം. സുബഹിക്ക് എഴുന്നേറ്റ് നിസ്കരിക്കുന്ന ഉമ്മാനെ കണ്ട് വളരാനുള്ള മക്കളാകണം. സുബഹിക്ക് പള്ളിയിൽ പോകുന്ന വാപ്പാനെ അറിയാൻ പറ്റുന്ന മക്കളാകണം. സന്ധ്യാസമയത്ത് മുസല്ലയിൽ നിസ്കരിക്കുന്ന ഉമ്മാനെ കാണാൻ മക്കൾക്ക് കഴിയണം. സുബഹി കഴിഞ്ഞിട്ട് ഖുർആൻ പാരായണം ചെയ്യുന്ന വാപ്പാന് കാണാൻ കഴിയണ്ടയോ? അത് നമ്മുടെ വീട്ടിലുണ്ടോ വാപ്പാ? അത് നമ്മുടെ വീട്ടിലുണ്ടോ ഉമ്മ? ഇല്ലെങ്കിൽ അടിസ്ഥാനപരമായി കൊണ്ടുവരേണ്ടത് അതാണ്. കാരണം എന്തേ? ക്യാ ശൗഖ് ഹേ ക്യാ ദൗഖ് ഹേ സോ മർതബാ ദേഖാ. ക്യാ ശൗഖ് ഹേ ക്യാ ദൗഖ് ഹേ സോ മർതബാ ദേഖാ. എന്തൊരു സ്നേഹമാണ്, എന്തൊരനുരാഗമാണ്. സോ മർതബാ ദേഖാ, 100 പ്രാവശ്യം നോക്കി. എന്തൊരു സ്നേഹമാണ്, എന്തൊരനുരാഗമാണ്. ഫിർ ഭീ കഹൂ ജൽവേ ജാനാ നഹീ ദേഖാ. അങ്ങനെ 100 പ്രാവശ്യം അനുരാഗത്തിന്റെ ദൃഷ്ടി പതിപ്പിച്ചിട്ടും ഇനിയും നോക്കിയത് പോരാ. ഏഹേ മഹബത്ത്. അതാണ് സ്നേഹം, അതാണ് അനുരാഗം. മദീനയിലെ നേതാവിന്റെ പേരിൽ ഒരു 10 സ്വലാത്ത് ചെല്ലുമ്പോ മുടങ്ങുകയല്ല. മദീനയിലെ മന്ദമാരുതൻ മനസ്സിലേക്ക് പാതിരാത്രിയിൽ അടിച്ചു വീശുകയാണ്. എന്റെ പ്രിയപ്പെട്ട പെങ്ങളെ, ഒരു 10 സ്വലാത്ത് ചൊല്ലിയിട്ട് രാത്രി കിടന്നുറങ്ങുമ്പോ മദീനയിലെ രാജാവ് വിളിക്കുന്നുണ്ട്, മോളെ. ഓ റസൂലുള്ളാന്റെ മദീനയിൽ നിന്ന് സ്നേഹത്തിന്റെ മന്ദമാരുതൻ മലപ്പുറം ജില്ലയിലെ തിരൂരിനടുത്തുള്ള സ്ഥലത്തെ അരമനയുടെ ഉള്ളിൽ കിടക്കുന്ന ഉമ്മാന്റെ മാനസത്തിലേക്ക് വന്നടിക്കുകയാ. പ്രകാശത്തിന്റെ വഴികൾ മദീനയിലേക്ക് തെളിയുകയാ. അവിടെ പച്ചക്കുബ്ബ നമ്മുടെ മനസ്സിലേക്ക് വരികയാ. അതിന്റെ ഉള്ളിൽ കിടന്നിട്ട് ലോകത്തിന് മുഴുവനും നന്മ നൽകിയ എന്റെ നേതാവ് ആ റസൂലുള്ളാന്റെ തിരുമുഖമൊന്ന് കാണണ്ടയോ മോളെ? ആ ഹബീബായ റസൂലുള്ളാനെ ഒന്നറിയണ്ടയോ പെങ്ങളെ? എന്റെ പ്രിയപ്പെട്ട ഉമ്മമാരെ, നമുക്ക് റസൂലുള്ളാനെ ഒന്ന് സ്നേഹിക്കണ്ടയോ? സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് വേണ്ടിയല്ലാതെ ഈ ജീവിതം വേറെ ആർക്ക് വേണ്ടിയാണ്? ഒരുത്തൻ കണ്ടില്ലേ, ഒരു പെണ്ണിന് വേണ്ടി ജീവിതം ഹോമിച്ചിട്ട് നാട്ടില് പേരില്ല, എല്ലാം കളഞ്ഞിട്ട് ഒരു പെണ്ണിന്റെ മേനിമിടിപ്പിന് വേണ്ടി ജീവിതം ഹോമിച്ചു. ഓ ഗുസർഗയാ, അവനങ്ങ് പോയി. വേറൊരുത്തൻ പണത്തിന് വേണ്ടി ജീവിതം ഹോമിച്ചു. മുझे മാൽ നഹീ ഹേ, മുझे അമാൽ നഹീ ഹേ, എനിക്കതൊന്നുമില്ല. മുझे ആഖായേ നാമദാർ ഹേ, മദീന കെ സർവർ ഹേ. ഞാൻ എന്റെ ജീവിതം ഹോമിക്കാൻ ഇഷ്ടപ്പെടുന്നത് മദീനയിലെ ഒരു ഗല്ലിയിലെ ഈത്തപ്പനയുടെ താഴെ അവിടുന്ന് കിടക്കുന്ന മണലിന്റെ അടിയിലൊന്ന് കിടന്നു കിട്ടിയാൽ മദീന കെ ഖിത്തേ, ആ മദീനയിലെ മണ്ണ് നാളെ സ്വർഗത്തിലേ വരൂ. നരകത്തിന് മദീനത്തെ മണ്ണ് പറ്റൂല. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കിടക്കുന്ന മണ്ണ്, ആ മണ്ണ് ഇഷ്ടപ്പെടുമോ നരകത്തിൽ കിടക്കാൻ? ഇല്ലല്ലോ. ഹബീബിന്റെ ചാരത്ത് നിന്നുകൊണ്ട് ഹബീബ് കയറി നിന്ന് ഖുത്ബോദിയ മിമ്പർ പറഞ്ഞു, എനിക്ക് വിട്ടുപോകാൻ പറ്റൂല.
അള്ളാന്റെ റസൂല് ചോദിച്ചു, അല്ലയോ മിമ്പറേ? അവിടുന്ന് മിമ്പറിനോട്, ഈത്തപ്പനയുടെ കൊമ്പിനോട് ചോദിച്ചു, ഇന്ന് നിന്നെ തോട്ടത്തിലേക്ക് തിരിച്ചു വിട്ടിട്ട് നല്ല മരമായി നിന്നോ ഖിയാമത്ത് നാള് വരെ? ആ മരത്തിന് വിവേകമില്ലെങ്കിലും സ്നേഹത്തിന്റെ വിചാരമുണ്ട്. ആ മരം പറഞ്ഞു, യാ റസൂലല്ലാഹ്, ഇന്നെങ്ങാനും ഞാൻ തോട്ടത്തിലേക്ക് മടങ്ങിപ്പോയിട്ട് പഴയ മരമായി പോയാൽ ഞാൻ എന്റെ ഹബീബിന്റെ സാമീപ്യം എനിക്ക് നഷ്ടമായി പോകും. അതേ സമയത്ത് നാളെ സ്വർഗത്തിൽ അവിടുത്തെ ചാരത്തൊന്ന് വരാൻ കഴിഞ്ഞാൽ ഞാൻ ഹബീബിന്റെ ചാരത്ത് എത്തിപ്പെടുമല്ലോ നബിയേ. അപ്പൊ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ബന്ധപ്പെട്ട ഈത്തപ്പന സ്വർഗത്തിലാണ്, മദീനയുടെ മണൽപ്പരപ്പ് സ്വർഗത്തിലാണ്, മദീന സ്വർഗത്തിലാണ്. ആ മദീനയിലെ മണ്ണും മനസ്സും മദീനയിലെ കല്ലും മരങ്ങളും എല്ലാം മദീനയിൽ നിന്ന് സ്വർഗത്തിലേക്ക് വരുമെങ്കിൽ ഞാൻ ആ മദീനയിലെ ഒരു മണൽത്തരിയായി മാറിയിരുന്നെങ്കിൽ എനിക്കും പോകാമായിരുന്നു സ്വർഗത്തിലേക്ക്. എനിക്കതും കഴിഞ്ഞില്ലല്ലോ. ഞാൻ മദീനയിലെ മണ്ണിനെ ഇഷ്ടപ്പെടുന്നവനാണ്. ആ മണ്ണെന്നെ ഒന്ന് കൊണ്ടുപോയെങ്കിൽ മേ ഭീ ജന്നത്ത് മേം ദാഖിൽ ഹോ ജാഊ, ഞാനും സ്വർഗത്തിലെത്തുമല്ലോ. അതുകൊണ്ട് മദീനയിലെ മണ്ണിനെ പ്രണയിക്കുന്ന കാമുകനാണു ഞാൻ, മദീനയിലെ മരത്തെ സ്നേഹിക്കുന്ന ഇഷ്ടനാണു ഞാൻ, മദീനയിലെ കാറ്റിനെ കുളിർത്തന്നലായി സ്വീകരിക്കുന്നവനാണ് ഞാൻ. എനിക്ക് വേണ്ടത് മദീനയിൽ ലയിച്ചു ചേരലാണ്. കാരണം അവിടെ കിടക്കുന്നത് ലോകത്തിന്റെ രാജാവാണ്, മദീനയുടെ നേതാവാണ്, നാളെ സ്വർഗം ഉദ്ഘാടനം ചെയ്യുന്ന നായകരാണ്. അപ്പോ മോനെ, എന്റെയും നിന്റെയും മനസ്സിൽ നിന്ന് ജഡങ്ങളും ശവങ്ങളുമായ നടന്മാരെ മുഴുവനും വലിച്ചെറിയണം. അവന്മാര് കോടിപതികളും ലക്ഷപ്രഭുക്കളും മില്യനേഴ്സും ബില്യനേഴ്സും ട്രില്യനേഴ്സും ഒക്കെ ആയി എന്നല്ലാതെ ഒരു നടനും നിന്റെ കൈപിടിച്ച് സ്വർഗത്തിൽ കൊണ്ടുപോവില്ല. ഒരു നടിയും നിന്റെ കൈപിടിച്ച് സ്വർഗത്തിൽ കൊണ്ടുപോവില്ല. ഒരു ഫിലിം സ്റ്റാറും ഒരു സ്പോർട്സ് സ്റ്റാറും നിന്റെ കൈ പിടിച്ച് സ്വർഗത്തിൽ കൊണ്ടുപോവില്ല. അതേ സമയത്ത് ഞാനും നീയും സ്നേഹിക്കേണ്ട ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നാളെ സ്വർഗത്തിലേക്ക് പോകുമ്പോ അവിടുത്തെ മുഹിബ്ബിനെ വിട്ടിട്ട് പോവില്ല. റഹ്മത്തുൽ ലിൽ ആലമീൻ കെ ഹശ്ർ മേ മാനാ ഖുലേ. റഹ്മത്തുൽ ലിൽ ആലമീൻ എന്ന് പറയുന്ന പ്രയോഗത്തിന്റെ അർത്ഥം നാളെ പരലോകത്ത് വെച്ച് വെളിവാകും. എന്നെയും അല്ലാഹുവിന്റെ റസൂല് സ്വർഗത്തിൽ കൊണ്ടുപോകുമെന്ന് അതാ ദില്ലൂർ റാം എന്ന് പറയുന്ന ഡൽഹിയിലെ ഹൈന്ദവ സഹോദരൻ ആലോചിച്ചുകൊണ്ട് കവിത ചൊല്ലിയില്ലേ?